നീ അകത്തുള്ളതുപോലെ അല്ലല്ലോ പുറത്ത് നിൽക്കുമ്പോ. ഞാനാണെങ്കിൽ പലതും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ആദ്യം പ്രേമ, പിന്നെ വീട്ടിലുള്ള ഓരോരുത്തരും, ഏറ്റവും ഒടുവിൽ സിദ്ധു. എല്ലാരും ഒന്നൊന്നായിട്ട് നാട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ മോശം പിടിച്ച സസ്പെൻഷൻ. എന്നെ നീ നോക്കണ്ട. നീ തീരുമാനിച്ചിനൊന്നും ഒരു മാറ്റവും വേണ്ട. ഒരു കണക്കിന് ഞാൻ ഇല്ലാത്ത തന്നെയാ നല്ലത്. ഞാനുള്ളത് കൊണ്ടാ പോലീസ് ആക്ഷൻ എടുക്കുന്നതെന്ന് ആർക്കും ഇനി പറയാൻ പറ്റില്ലല്ലോ. ഗാർഹിക പീഡന നിരോധന നിയമം, അത് വെച്ചൊരു താങ്ങാനാ ഞാൻ കരുതുന്നത്. മാനസികവും ശാരീരികവുമായ പീഡനം അത് സഹിക്കുന്നുണ്ടെന്ന് വരുത്തും. ഒന്നാം പ്രതി പ്രേമ. എങ്ങനെ ഉണ്ടാവും? പരാതി ഫോർവേഡ് ചെയ്ത് നോക്ക്. എൻക്വയറി ഉണ്ടാവും. പ്രൂവ് ചെയ്യാൻ നിനക്ക് പറ്റണം. അതൊക്കെ എനിക്ക് പറ്റും. ഒന്നില്ലെങ്കിലും ഞാനൊരു വക്കീലല്ലേ റൂബി? സിദ്ധുവും വക്കീല് തന്നെയാ. വ്യത്യാസമുണ്ട്. സിദ്ധു പുരുഷനും ഞാൻ സ്ത്രീയും. സിദ്ധു ഭർത്താവും ഞാൻ ഭാര്യയും. നിയമം സ്ത്രീയുടെ കൂടെ നിൽക്കും. അതൊക്കെ ശരിയാ. എന്നാലും പരാതി ഡ്രാഫ്റ്റ് ചെയ്യുമ്പോ പെർഫെക്റ്റ് ആയിരിക്കണം. അത് ഞാൻ ഏറ്റു. ബാക്കി എന്തൊക്കെയാ ചെയ്യണ്ടേ? മുറുക്കുമ്പോ നല്ലോണം മുറുക്കണമെന്ന് എനിക്കുണ്ട്. അതിനെന്തൊക്കെയാ വേണ്ടത്? ഏത് ഓഫീസറെ കാണണം, എങ്ങനെ നീങ്ങണം? നിയമത്തിന്റെ വശം മുഴുവൻ എനിക്ക് വിട്ടേക്ക്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം നീ ചെയ്തു തരണം. അതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ശ്രദ്ധിച്ചു കേട്ടോ. മനസ്സിലായി. കുറച്ച് കഷ്ടപ്പെടും എന്റെ ഭർത്താവും അയാളുടെ വീട്ടുകാരും. ഞാൻ ആരാണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ.